യഹൂദന്മാർ ഒരു സവിശേഷതയുള്ള സമൂഹമാണ്. ഇല്ലെന്നാരൊക്കെ ഏതൊക്കെ നിലയിൽ വാദിച്ചാലും ചരിത്രം അതിന് തെളിവ് നൽകുന്നു. ദൈവം തൻ്റെ ശക്തിയും അടയാളങ്ങളും മാനവ സമൂഹത്തോടുള്ള കൃപയും കാരുണ്യവും ഒക്കെ കാട്ടാൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് മുതൽ യഹൂദ ജനതയുടെ വളർച്ചയും വികാസവും ഒക്കെ തരുന്ന തെളിവ് തീർച്ചയായിട്ടും അവർ ഒരു സവിശേഷതയുള്ള സമൂഹമാണ്. അബ്രഹാമിനോട് പറഞ്ഞത്, നിന്നാൽ ഞാൻ ലോകത്തെ അനുഗ്രഹിക്കും. അപ്പോൾ മുഴുലോകവും അനുഗ്രഹിക്കപ്പെടാൻ അല്ലയോ അബ്രഹാം, താങ്കൾ ഒരു മാധ്യമമായിരിക്കും. മുഴുലോകത്തിൻ്റെയും അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ആരെയും മാറ്റുന്നില്ല. പക്ഷേ നിങ്ങളതിന് ഒരു മാധ്യമമായിരിക്കും. അതൊരു വസ്തുതയാണ്. ഭൗതികമായി ആത്മീകമായി ലോകത്തെ വീക്ഷിച്ചാൽ ലോകം ഇന്ന് കാണുന്ന അളവിൽ അനുഗ്രഹിക്കപ്പെട്ടതൊക്കെ അബ്രഹാമിൻ്റെ മക്കളിലൂടെയാണ്. നമ്മളിന്നിവിടെ ഇരിക്കുമ്പോൾ നല്ല വൈദ്യുത വെളിച്ചത്തിലിരുന്നാണ് ഇത് കേൾക്കുന്നത്. ഒരു 50 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ കൺവെർഷനുകൾ പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിലാണ്. അതിലും കുറേ കൂടി കാലം മുമ്പ് ചെറിയ വിളക്കുകൾ, മണ്ണെണ്ണ വിളക്കുകളുടെ വെളിച്ചത്തിലാണ്. അതിലൊക്കെ മുമ്പുള്ള മനുഷ്യൻ രാത്രിയിൽ സ്വാഭാവികമായി കിട്ടാവുന്ന വെളിച്ചമോ തീയുടെ വെളിച്ചമോ ഒക്കെ കൂട്ടിയാണ് ഒരുമിച്ച് കൂടുന്നത്. ഇന്ന് വെളിച്ചത്തിന് ഈ വൈദ്യുതി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടോർക്കുക. ജാതിമത ഭേദമന്യേ ഏവരും ഈ വെളിച്ചം ഇഷ്ടപ്പെടുന്നു, വൈദ്യുതി ഇഷ്ടപ്പെടുന്നു. വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മൈക്ക് പ്രവർത്തിക്കാൻ, നമ്മുടെ ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതെ ഫ്രിഡ്ജ് പ്രവർത്തിക്കാൻ, വലിയ പടുകുറ്റൻ യന്ത്രശാലകൾ പ്രവർത്തിക്കാൻ, ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ വൈദ്യുതി അന്വേഷണീയമായ ഘടകമാണ്. അതിൻ്റെ കണ്ടെത്തൽ മൈക്കൽ ഫാരഡേ എന്നറിയപ്പെടുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനിലൂടെ ഉണ്ടാകുന്നതാണ്. ആ ഫാരഡേ അബ്രഹാമിൻ്റെ കൊച്ചുമോനാണ്. ആ കുലത്തിൽപ്പെട്ട ആളാണ്. കർത്താവ് എന്താ പറഞ്ഞേ? നിന്നാൽ ഞാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. മുഴുവൻ അനുഗ്രഹിക്കും. ആധുനിക വൈദ്യശാസ്ത്രം അതും അബ്രഹാമിൻ്റെ മക്കളുടെ സൃഷ്ടിയാണ്. ആധുനികമായ കണ്ടെത്തലുകളുടെ 90% കാര്യങ്ങൾ അബ്രഹാമിൻ്റെ മക്കളിലൂടെയാണ്. നമ്മൾ സമൃദ്ധമായി കഴിക്കുന്ന ഭക്ഷണം അത് പരമ്പരാഗത കൃഷിരീതിയൊന്നും ആശ്രയിച്ചല്ല. ഇപ്പോൾ വിളകളിലുണ്ടാകുന്ന കേടുപാടുകൾ അതിൻ്റെ വിത്തിൻ്റെ കാലഘട്ടം തന്നെ പ്രത്യേകം പ്രോഗ്രാം ചെയ്തു മാറ്റി അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജനിതകശാസ്ത്രം ഗ്രിഗർ മെൻഡൽ എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതൻ്റെ കണ്ടെത്തലാണ്. മൈക്രോബയോളജി എടുത്താൽ, ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏത് വശത്ത് വന്നാലും അതിലെല്ലാം ഈ പുസ്തകം വായിച്ചവൻ്റെ ഒരു അടയാളം കൃത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരനായതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്കിഷ്ടം 1947 ശേഷമുള്ള ഇന്ത്യയാണ്. അതിനുമുമ്പുള്ള ഇന്ത്യ അല്ല. അതിനുമുമ്പുള്ള ഇന്ത്യക്ക് എന്താ പ്രശ്നം? വലിയ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. 1947 മുമ്പുള്ള ഇന്ത്യയിൽ ഞാൻ വെറും പ്രജയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, വോട്ടവകാശമില്ല. നിങ്ങളും ഞാനുമൊക്കെ പ്രജകളാണ്. 1947 ശേഷം നമ്മൾ പൗരന്മാരായി. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ചിലർ ബോധപൂർവം നമ്മൾ പറയും നമുക്കൊന്നും ഇന്ത്യയോട് സ്നേഹമില്ല, നമുക്ക് ഇന്ത്യ എന്ന മഹത്തര രാജ്യത്തോട് താല്പര്യമില്ല. അത് തെറ്റാണ്. ഇന്ത്യക്കാരനായത് വലിയ അഭിമാനം, വലിയ സന്തോഷം. അതിൻ്റെ കാരണം ചോദിച്ചാൽ ഏറ്റവും അടുത്ത കാലത്ത് നമ്മളൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളിൽ പതിവായി പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പരിസരത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു മതമോ ഒരു രാഷ്ട്രീയമോ ഭരിക്കുന്ന രാജ്യങ്ങളാണ്. ലങ്ക,
അത് ബുദ്ധമത അനുയായികളുടെ സ്ഥലമാണ്. നേപ്പാള് ഹിന്ദുമതമായിരുന്നവിടെ, ഇപ്പം മതേതരത്വമായ രാജ്യം. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. ഇസ്ലാം ഭരിക്കുന്ന സ്ഥലങ്ങളാണ് ബംഗ്ലാദേശും അതുപോലെ തന്നെ പാകിസ്ഥാനുമൊക്കെ. എന്നാൽ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഇവിടെ നാനാജാതി മതസ്ഥരും നാനാതരത്തിലെ രുചിഭേദങ്ങൾക്ക് വഴങ്ങുന്ന സംസ്കാരത്തിൽ അധിഷ്ഠിതരുമായ ബഹുജനങ്ങളുടെ നാടാണ്. 148 കോടിയോളം മനുഷ്യരിവിടെയുണ്ട്. അടിച്ചു പിരിയേണ്ട ഒരു രാജ്യമാണ് നമ്മൾ. പക്ഷേ ഈ രാജ്യങ്ങളിൽ ചൈന ഒഴികെ രാജ്യങ്ങളൊക്കെ എടുത്താൽ അതൊക്കെ പട്ടാള ഭരണങ്ങൾക്ക് എത്ര തവണ വിധേയമായി. പക്ഷെ ഒരു മിനിറ്റ് പോലും പട്ടാളം ഭരിക്കാത്തൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിൽ അഭിമാനിക്കണ്ടേ? അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലെല്ലാം സന്തോഷമാണ്. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ്? 1947 ശേഷമാണ്, 1947 ശേഷമാണ്. അതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥയും അബ്രഹാമിൻ്റെ മക്കളുടെ അവസ്ഥയും നമ്മളത് തുലനം ചെയ്താൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ അവർ ലോകത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്താ കാരണമെന്നറിയണ്ടേ? നിന്നാൽ ഞാൻ ലോകത്തിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കും. വൈദ്യശാസ്ത്രമാകട്ടെ, ആധുനികമായ ഏതെങ്കിലും കണ്ടെത്തലാകട്ടെ, പുരോഗതിയുടെ ഏത് വഴികളാകട്ടെ, അത് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലേക്കും കൊണ്ടെത്തിക്കാൻ അവർ വ്യഗ്രതപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ പൗരാണികമായ നമ്മുടെ സംസ്കാരത്തിൽ വിദ്യയും അറിവും മറ്റ് സംവിധാനങ്ങളുമൊന്നും എല്ലായിടത്തേക്കും എത്തിക്കാൻ നമ്മുടെ പൂർവികർ തയ്യാറായില്ല. ഇതാണ് കാരണം. അല്ല നളന്ത ഇവിടെ ഇല്ലെന്നല്ല, തക്ഷശില ഇല്ലെന്നല്ല, ആർക്കൊക്കെ അവിടെ പഠിക്കാൻ പറ്റി? നിങ്ങളുടെ എൻ്റെയോ ആരെങ്കിലും മാതാപിതാക്കൾ ഈ നളന്തയിലോ തക്ഷശിലയിലോ പഠിച്ചവരെക്കുറിച്ച് അറിയോ? ഇല്ല. ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? ഇതെല്ലാവർക്കും വേണ്ടി പങ്കിട്ടില്ല. ഇന്ത്യക്ക് വിഭവശേഷി ഉണ്ടായിരുന്നു, ഇന്ത്യക്കൊട്ടേറെ ഗുണങ്ങളുണ്ടായിരുന്നു. അത് ചില ആളുകൾ മാത്രം കയ്യാളി വെച്ചു. ബ്രാഹ്മണിക്കലായൊരു ഹെജിമണി, അത്തരത്തിലൊരു ഹൈറാർക്കി അവർ കൈകാര്യം ചെയ്തുകൊണ്ട് നാടിനെ മുഴുവൻ തങ്ങളുടേതാക്കി മാറ്റി അവരുടെ തിട്ടൂരമനുസരിച്ച് വഴങ്ങുന്ന രാജാക്കന്മാരെയാക്കി വെച്ചു. അത്തരത്തിൽ താഴോട്ടുള്ള മനുഷ്യർ വല്ലാത്ത ജീവിത ദുരിതങ്ങളിൽ കൂടി കടന്നുപോയ ഒട്ടേറെ ചരിത്രസംഗതികളുടെ നാടാണ് പണ്ടത്തെ ഇന്ത്യ. അതിൽ നിന്ന് ആധുനിക ഇന്ത്യയെ മോചിപ്പിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ ഈ ബൈബിളും അതിൻ്റെ അനുഗാമികളും വഹിച്ച പങ്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും മഹത്തരമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പോടൊരു കാര്യം പറയും. ഇന്ത്യയിലെ 80-ൽ പരം ഭാഷകൾക്ക് നിഘണ്ടു ഉണ്ടാക്കിയത്, ഡിക്ഷണറി ഉണ്ടാക്കിയത് യേശുവിൻ്റെ അനുഗാമികളായിരുന്നു. ഇന്ത്യയിലെ 125ഓളം ഭാഷകൾക്ക് വ്യാകരണം എഴുതിയുണ്ടാക്കിയത് യേശുവിൻ്റെ അനുഗാമികളായിരുന്നു, ഈ പുസ്തകത്തിൻ്റെ പ്രചാരകരായിരുന്നു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കലാലയങ്ങൾ സ്ഥാപിച്ചത്, ഇന്നും ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുകയും അത് നാനാജാതി മതസ്ഥർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അറിവിൻ്റെ വിപ്ലവം ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചത് യേശുവിൻ്റെ അനുഗാമികളായിരുന്നു. ചരിത്രത്തിൻ്റെ നാൾ വഴികൾ മുഴുവൻ പരതിയാൽ അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടൊക്കെ യേശുവിൻ്റെ അനുഗാമികളുടെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ അറിവിൻ്റെ വെളിച്ചം കണ്ടു. അവിടെയൊക്കെ മനുഷ്യൻ വിചാര വിപ്ലവങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിച്ചു. അവിടെയൊക്കെ മനുഷ്യൻ ആധുനികതയുടെ പുത്തൻ വ്യവസ്ഥയെ പുൽകിക്കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ മാനുഷികതയുടെ അഥവാ മനുഷ്യാവകാശങ്ങളുടെ ഉന്നതമായ വഴികളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഉള്ള ഏറ്റവും ശക്തിമത്തായ ആശയങ്ങളാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്ന നമുക്ക് ഉലകത്തോട് പറയാനുള്ളത്. പക്ഷേ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുകയോ ചില തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തു. ഞാൻ അതൊന്ന് തിരുത്തിക്കൊണ്ടുവരാം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുമേനിയും അച്ഛനും ഒക്കെ പിന്നാലെ കൺക്ലൂഷൻ പറയുമ്പം തിരുത്തിക്കോടാൻ അതിന് കുഴപ്പമില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, തികച്ചും ഗ്രാമീണനായ ഒരു കർഷക തൊഴിലാളിയുടെ മകനാണ്. അതുകൊണ്ട് എൻ്റെ അറിവും അന്വേഷണങ്ങളും ഒക്കെ പരിമിതമാണ്. അതിന് വരാവുന്ന വീഴ്ചകൾ നിങ്ങൾ ക്ഷമിക്കണം. അത് തിരുത്തി തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് ഞാൻ പറയാം. ബഹുമാനരെ, നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കുടക്കം കേൾപ്പിക്കാൻ ചിലർ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ക്രൈസ്തവരായി നമ്മൾ ഈ രാജ്യത്ത് എങ്ങനെയൊക്കെയോ ഏതോ ഒരു കാലഘട്ടത്തിൽ വന്നവരാണെന്നും ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാർ ക്രൈസ്തവരെ
കരം നീട്ടി സ്വീകരിച്ചെന്നും. ക്രമേണ വന്ന പലതരം ആളുകൾ 3 ബികൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ടാമത്തെ അക്ഷരം ബി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെയുള്ള മനുഷ്യരുടെ ഭൂമിയും സമ്പത്തും ഒക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയി. ആ 3 ബിയിലൊന്ന് ബൈബിളാണ്. ആളുകൾക്ക് നമ്മൾ ബൈബിൾ കൊടുത്തിട്ട് കൊള്ള നടത്തി. രണ്ടാമത്തെ ബി അല്പം ഭയാനകമാണ്. അത് ബ്രാൻഡിയാണ്, ഒരുതരം ആധുനിക മദ്യം. മൂന്നാമതൊന്ന് ബയണറ്റാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയെ തകിടം മറിക്കുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു എന്ന് കേൾക്കാറുണ്ട് നമ്മൾ. ചില ആളുകളുടെ പ്രസംഗമൊക്കെ എങ്ങനെയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിന്ന് ഇന്ത്യയെന്ന് വിളിക്കുന്നൊരു ഭൂപടം അത് പണ്ടില്ല. ഇന്ത്യ എന്ന് പേർ ചൊല്ലി വിളിക്കുന്നൊരു ഭൂപടത്തിൻ്റെ നിർമ്മിതിക്ക് നമ്മൾ ശ്രമിച്ചാൽ പണ്ട് സാധിക്കില്ല. നിങ്ങൾ ചരിത്രത്തിൻ്റെ അടരുകളിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെന്നെത്താവുന്നത് ഇന്ത്യ മുഴുവൻ ഭരിച്ച ഒരു രാജാവിനെ കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിൻ്റെ മതം ബുദ്ധമതമാണ്. ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് മുഗളന്മാരെയാണ്. പിന്നെ ഇന്ത്യയുടെ, അത് സൗത്ത് ഇന്ത്യ ഒന്നുമില്ല, ഇന്ത്യയുടെ ഏകദേശ ഭാഗങ്ങളൊക്കെ ഭരിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യന് ഈ ഭാഗമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിന്ന് വരയ്ക്കുന്ന ഭൂപടം എടുത്താൽ ആ ഭൂപടം മുഴുവൻ ഇന്ത്യ എന്നടയാളപ്പെടുത്തുന്ന ആ ഒരു പദപ്രയോഗമൊക്കെ പോലും ഉണ്ടാകുന്നത് 1885 അലൻ ഒക്ടോവൻ ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപപ്പെട്ട ശേഷമാണ് ഈ പദം ഇന്ന് കാണുന്ന അർത്ഥത്തിൽ വ്യവഹരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചിലർക്ക് മനസ്സിലാകാത്ത ഒരു ചരിത്രമാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിളിലേക്ക് നേരെ കിടക്കാം. സന്തോഷമല്ലേ? എന്താണ് ഇന്ത്യ? അതുവരെ ഏതാണ്ട് 600-നും 700-നും ഇടയ്ക്ക് നാട്ടുരാജ്യങ്ങളാണ്. 600-നും 700-നും ഇടയ്ക്ക്, കണക്ക് പറയാൻ കൃത്യം പറ്റുന്നില്ല. ഈ നാട്ടുരാജ്യങ്ങൾ ഒരു ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളല്ല. ഈ നാട്ടുരാജ്യങ്ങളുടെ മൊത്തം കണക്കെടുത്താൽ ഇന്ത്യയിൽ ക്രൈസ്തവ പേരുള്ള ഒരു ഭരണകൂടം പ്രവർത്തിച്ചിരുന്നത് മണിഗ്രാമം എന്ന് വിളിക്കുന്ന കേരളത്തിലൊരു ഭൂപ്രദേശത്ത്, ഏതാണ്ട് കൊല്ലം ജില്ലയുടെ ഭാഗത്ത് മണിഗ്രാമം എന്നറിയപ്പെടുന്നൊരു സ്ഥലത്ത് വില്ലാർവട്ടം എന്നൊരു രാജകുടുംബം ഉണ്ടായിരുന്നു. ഈ വില്ലാർവട്ടം രാജകുടുംബം ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ കണക്കെടുത്താൽ അതിൽ 90% ഹിന്ദു രാജാക്കന്മാരായിരുന്നു ഭരണം നടത്തിയത്, ഓരോരോ രാജ്യങ്ങളെ. ബാക്കി 10% വരുന്ന, ഈ ഒരെണ്ണം ഒഴിച്ചാൽ ബാക്കി വരുന്ന 10%-ത്തിൽ മുഗളന്മാരുടെ പിൻഗാമികളായ മുസ്ലിം ഭരണാധികാരികളാണ് ഭരിച്ചത്. അപ്പോൾ പേരിനെങ്കിലും ഒരു ക്രൈസ്തവൻ ഒരു രാജ്യം ഭരിച്ചു എന്ന് പറയണമെങ്കിൽ അത് ഈ വില്ലാർവട്ടം രാജകുടുംബമാണ്. അവിടെ വില്ലാർവട്ടം രാജകുടുംബത്തിൽ നമ്മൾ അറിയുന്നൊരു രാജാവിൻ്റെ പേര് തോമ എന്നായിരുന്നു. അപ്പോൾ ഇതൊഴിച്ചാൽ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഈ രാജകുടുംബത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഈ രാജകുടുംബം എന്നൊക്കെ കേട്ടാൽ അവരുടെ അവസ്ഥ വലിയ ഗതികെട്ടതാണ്. നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ വലുപ്പമൊന്നും അന്നൊരു രാജ്യത്തിനില്ല. അതാ സ്ഥിതി. കേൾക്കുമ്പോൾ ഈ രാജ്യമൊക്കെ വലിയ സംഭവമാണ്. നമ്മുടെ ഈ ചരിത്രത്തിൽ ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്തെന്നാൽ ഈ കേരളത്തിൽ വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ശരിക്കും കുതിരയെ ഓടിക്കാനുള്ള സ്ഥലം പോലും കേരളത്തിലില്ല. നല്ലൊരു കുതിരപ്പന്തയം നടത്തിയാൽ അതിന് ഓടാനുള്ള ഇടയില്ല. പിന്നെയും നമ്മൾ പറയുന്ന സാമ്രാജ്യമായിരുന്നു. അവിടെ ആളുകൾ ഭയങ്കര സാമ്രാട്ടുകൾ ഭരിച്ചു എന്നൊക്കെയാണ്. ഈ ഇടവെച്ച് നോക്കിയാൽ നമ്മൾ ബ്രിട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ തുർക്കി എന്നൊക്കെ, പഴയ തുർക്കി എന്നൊക്കെ പറയുന്ന പോലെ, ഈജിപ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാമ്രാജ്യ വ്യവസ്ഥിതിക്ക് പറ്റിയ ഭൂമിശാസ്ത്രപരമായ സ്പേസ് ഒന്നും കേരളത്തിലില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇട്ട് വിളിക്കാം, അതിന് കുഴപ്പമില്ല. ഇതുപോലെ തിരുത്തേണ്ട ഒരു പദമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചാലാക്കമ്പോളത്തിൽ പണ്ട് സഹോദരിമാർ മാറുമറയ്ക്കാൻ തയ്യാറായി, അവർക്ക് വസ്ത്രമൊക്കെ കിട്ടിയപ്പോൾ മാറുമറച്ചുകൊണ്ട് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപറ്റ ആളുകൾ വന്ന് അവരെ തല്ലി. അപ്പോൾ ആ ലഹളയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് രസകരമാണ്, ചാന്നാർ ലഹള എന്നാണ്. ചാന്നാർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറക്കൽ നടത്തിയപ്പോൾ അവരെ തല്ലാൻ വേണ്ടിയിട്ട് പ്രമാണിവർഗം വരുമ്പോൾ ചെറുത്ത് നിൽക്കുന്ന ആ സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ടായിരുന്നു. ഒടുക്കം ആ ലഹളക്കിട്ട പേരാണ്. എന്തിനാ ആ പേരിടുന്നേ എന്ന് വെച്ചാൽ എൻ്റെ കാരണം
ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നൊരു 4-5 ചട്ടമ്പിമാർ എന്നെ വന്ന് ആക്രമിച്ചാൽ ലഹള എൻ്റെ പേരിലാണോ അറിയപ്പെടേണ്ടത്, അവൻ്റെ പേരിലാണോ അറിയപ്പെടേണ്ടത്? അച്ഛനെ മനസ്സിലാക്കാണ് ഞാൻ പറഞ്ഞത്. അയൽക്കൂട്ടത്തോടത്തിൽ ലഹളയെന്നല്ല പറയേണ്ടത്. പാവം ഞാൻ ഇന്ന് പ്രസംഗിച്ചതേ ഉള്ളൂ. ലഹള നടത്തിയതിൻ്റെ പേരിലാണ് ലഹള അറിയണ്ടേ, അല്ലാതെ ലഹള അനുഭവിച്ചെത്തി ആകെയായ മനുഷ്യൻ്റെ പേരിലാണോ ലഹള അറിയണ്ടേ? ചട്ടമ്പിമാരുടെ പേരിലാണ് ലഹള അറിയേണ്ടത്. ശിപായി ലഹള എന്നാണ് പറയുന്നത്. നമ്മുടെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന് ശിപായി ലഹള. അതെങ്ങനെ ഇന്ത്യക്കാരന് സ്വാതന്ത്ര്യം വേണമെന്ന് കൊളോണിയലിസത്തോട് പറയുമ്പോൾ അത് കൊളോണിയൽ ലഹള എന്ന് പറയണം. കാരണം എന്താ, അവർ വന്ന് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞുങ്ങളൊക്കെ നാളെ ചരിത്ര ഗവേഷണ കൗൺസിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളൊക്കെ പ്രായമായിപ്പോയി, ഇനി നേരമില്ല ഇതൊന്നും പറയാൻ, ഇതിനു വേണ്ടി പറഞ്ഞാണ്. ഇത് തിരുത്തണം ഈ പ്രയോഗം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഒരു കാര്യമൊന്ന് പറയാം, വിഷയം വിട്ടുപോലെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ഏതാണ്ട് 700ഓളം വരുന്ന നാട്ടുരാജാക്കന്മാർ തമ്മിലടിച്ച് കഴിയുന്നവരായിരുന്നു. ഈ രാജ്യങ്ങളിലൊന്നും ജനാധിപത്യം നിലനിന്നിരുന്നില്ല. ഇതൊന്നും മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടി അവർ ഭരിച്ചതല്ല. ഇടയ്ക്ക് ചരിത്രകാരന്മാർ ഇവരുടെ ഉദാരതയെക്കുറിച്ചാണ് പറയുന്നത്, അവകാശങ്ങളെക്കുറിച്ച് പറയാറില്ല. ഉദാരത, ഇന്ന രാജാവിൻ്റെ ഔദാര്യം, അദ്ദേഹം ഭയങ്കര ദാനങ്ങൾ ചെയ്ത ആളായിരുന്നു. നമുക്ക് വേണ്ടത് ഔദാര്യമല്ല, മറിച്ച് അവകാശമാണ്. ഈ അവകാശം കിട്ടുന്നത് ഇന്ത്യ റിപ്പബ്ലിക്കായ ശേഷമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഔദാര്യത്തിൽ നിന്ന് അവകാശത്തിലേക്ക് പോകേണ്ടവരാണ് മനുഷ്യർ. ഈ ചിന്ത മനുഷ്യരാശി കിട്ടി എവിടുന്ന ഞാൻ ക്രമേണ പറയാം. അപ്പോൾ ഇത്തരം രാജ്യങ്ങൾ തമ്മിലടിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ ഇതാ ബംഗാളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരിക. അങ്ങനെ ക്രമേണ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ മുഴുവൻ ആധിപത്യം ചെലുത്തി. അതിനു മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുണ്ട്, ഡച്ചുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. കുളച്ചൽ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നത്. അതിനു മുമ്പ് പോർച്ചുഗീസുകാരുണ്ട്. പലതരം വൈദേശിക ശക്തികൾ ഈ രാജ്യത്ത് താവളമുറപ്പിച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തർ പോകും. അപ്പോൾ രാജാക്കന്മാർ ഇവരെയൊക്കെ ഉപയോഗിച്ചു. അല്ലാതെ ഉദാരത കൊണ്ടോ സ്നേഹം കൊണ്ടോ വന്നവരെ കൈക്കൊള്ളുകയല്ല. കച്ചവടം നടത്താനുള്ള സൗകര്യത്തിന് വെറുതെ വന്ന് കച്ചവടം ചെയ്തു പോകല്ല. നമ്മളോട് കുരുമുളകുമൊക്കെ വാങ്ങിയിട്ട് പൊന്നാണ് തിരിച്ചു തരുന്നത്, സ്വർണം. അവ വാരി തൂക്കി തരികയാണ്. ആ സ്വർണമൊക്കെ മാനവ സമൂഹത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി വെക്കാതെ ഏതൊക്കെയോ രാജാക്കന്മാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് സുവർണസരപ്പിളി മാലയടക്കമുള്ള ഏറ്റവും വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ ആർക്കും ഉപയോഗമില്ലാത്ത വിധത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് സാമാന്യ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ കുരുമുളകും കാർഷിക വിളകളുമൊക്കെ കടത്തിക്കൊണ്ടുപോയ കഥ പറയുമ്പോൾ ഓർക്കണം, ആരായിരുന്നു കൊള്ളയ്ക്ക് കൂട്ടുനിന്നേ? ഇവിടുത്തെ രാജാക്കന്മാരാ. അല്ലാതെ ന്യായയുക്തമായിട്ടൊന്നും ഭരിച്ചവരല്ല നമ്മുടെ രാജാക്കന്മാരാരും. ഏത് രാജാവായി ന്യായയുക്തമായി ഭരിച്ച ഒരു പിടിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവാ തരണ്ടേ? ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ തമ്മിലടിക്കുമ്പോൾ ഒരു രാജാവിന് മനസ്സിലാകും നമ്മൾ തോറ്റുപോകും, അത്ര ശക്തിയാണ് അപ്പുറത്ത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ തൊട്ടടുത്ത രാജ്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തെ കൂട്ടുവിളിക്കും. ഇവരിത് കേൾക്കാനിരിക്കുക സായിപ്പ്. അവർ പറയും, വരാം, ഞങ്ങൾ പട്ടാളമൊക്കെ ആയിട്ട് വരാം, നിങ്ങളെ രക്ഷിക്കാം. അതിന് ഇന്ന കരാറുകളുണ്ട്. ഒന്നാമതായിട്ട് ഞങ്ങൾക്കൊരു കണ്ടോൺമെൻറ്റ്, സൈനികരെ പാർപ്പിക്കാൻ ഒരു ഏരിയ വേണം. 2 ജലസമൃദ്ധിയുള്ള ഒരു തീരം നമുക്ക് തരണം, 6ൻ്റെ വല്ലതും തീരം തരണം. അടുത്തത് ഞങ്ങൾക്ക് ഇവർ നാളെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ കുറേ സ്ഥലങ്ങൾ തരണം. അവിടെ ഞങ്ങൾ നിങ്ങളെ നാളെയും രക്ഷിച്ചുകൊള്ളാം. നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കാൻ കഴിയില്ല എങ്കിൽ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന പടയാളികൾക്ക് ശമ്പളമൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അപ്പം പിരിച്ച് ഞങ്ങൾ തന്നെ ആളുകളെ നിർത്തി എടുത്തുകൊള്ളാം. ഇതെല്ലാം പറയുമ്പം ഈ വ്യവസ്ഥയിലെല്ലാം ഈ രാജാക്കന്മാർ ഒപ്പിട്ട് കൊടുക്കും. 1-2 വർഷത്തേക്കല്ല, 90 വർഷത്തേക്കൊക്കെയാണ് ഭൂമി പാട്ടം കൊടുക്കുന്നത്. ഈ ആളുകൾ ക്രമേണ വന്ന് ഇവിടെ അടിയും. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത രാജാവിനെ അടിക്കും. തൊട്ട അയൽക്കാരനെ അടിക്കുന്നത് ഈ ബന്ധത്തിൽപ്പെട്ട ആളായിരിക്കും. ഒരുപക്ഷെ സഹോദരിയുടെ പുത്രനായിരിക്കും അപ്പുറത്തെ രാജാവ്, അതല്ലെങ്കിൽ സഹോദരിയെ വിവാഹം കഴിച്ച ആളായിരിക്കും അപ്പുറത്തെ രാജാവ്. ഇവർ തമ്മിൽ ഈ ഏറ്റുമുട്ടൽ നടക്കുക. അപ്പോൾ നമ്മുടെ പടയാളികളും മോശമൊന്നുമല്ല, കഴിവുള്ളവർ തന്നെയാണ്. കാരണം ഒരുത്തനൊരു 10-16 പേരെ അടിച്ചു മലർത്താൻ വേണ്ട ആയോധന കല, ആയുധകല ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ്. അത് വളരെ ചിട്ടയ്ക്കാണ്. ഞാൻ നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള അന്നത്തെ യുദ്ധത്തിൻ്റെ കഥ വായിച്ചാൽ ചിരി വരും. യുദ്ധം നടക്കാത്ത സമയത്ത് 2 കൂട്ടരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ പെട്ടെന്ന് 5 മണിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് യുദ്ധം നിർത്തണം എന്ന് 2 കൂട്ടരും പറഞ്ഞിട്ട് ഇവർ തന്നെ ഇരുന്ന് ചെസ്സ് കളിക്കും. ഇവർ തന്നെ ലോഹ്യത്തിൽ ചെസ്സ് കളിച്ചിട്ട് പറയും, നാളെ നമുക്ക് ബാക്കി കാണാം. അപ്പോൾ രാവിലെ അടി, അല്പം കഴിഞ്ഞ് ചെസ്സ് കളി, ഇങ്ങനെയൊക്കെ നല്ല മാതൃകയുള്ള യുദ്ധം നടന്ന സ്ഥലമാണ്. ആ കൂടെ രസാവഹമായ കാര്യം, നമ്മുടെ പടയാളികൾ ഒരുത്തൻ 10-18 പേരെ അടിക്കും, അടിച്ച് താഴെയിടും. വടിപ്പയറ്റും വാൾപ്പയറ്റും ഒക്കെ അറിയാം. ഈ കൂടെ ഒരു കാര്യം,
ഈ യുദ്ധതന്ത്രങ്ങളും രീതികളുമൊക്കെ വളരെ മാന്യമായിരുന്നു. സൂര്യനെ നമസ്കരിക്കും, ഭൂമിയെ നമസ്കരിക്കും, മാതാപിതാക്കളെ ഓർക്കും, ഗുരുനാഥന്മാരെ വണങ്ങും, രാഹുകാലം നോക്കും, ഗുളികോദയം നോക്കും, ഗുരുക്കൾക്ക് വെറ്റിലയും അടക്കയും ഒക്കെ വെച്ച് കാണിക്ക അർപ്പിക്കും, ഇഷ്ടദേവതാ പ്രാർത്ഥന നടത്തും. ഈ സമയത്ത് സ്ത്രീകൾ പോയിട്ട് വ്രതമനുഷ്ഠിക്കും, എന്നിട്ട് ശത്രു സംഹാര പൂജ നടത്തും. ഇതൊക്കെ ചെയ്തിട്ടാണ് യുദ്ധം, സമയം നോക്കിയ യുദ്ധം. അപ്പോൾ അതാണ്ട് അപ്പുറത്ത് നിൽക്കുന്നു ആര്? ബ്രിട്ടീഷ് പട്ടാളം. ഇപ്പുറത്ത് നിൽക്കുന്നു ആര്? നമ്മുടെ കേരളീയരായ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരായ അല്ലെങ്കിൽ കന്നഡക്കാരായ നമ്മുടെ ഈ നാട്ടുരാജ്യത്തിലെ പട്ടാളക്കാർ ഇവിടെ നിൽക്കുന്നു. വിസിൽ മുടങ്ങി യുദ്ധം ആരംഭിക്കാൻ പോയാണ്. സായിപ്പിനെ ഒന്ന് വണങ്ങി. അപ്പോൾ അവർക്കും താല്പര്യമായി, ഇതെന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. വണങ്ങി, ഓർഡർ കിട്ടി. രണ്ടുപേരും നോക്കുമ്പോൾ ഇവർ ഭൂമിയെ വണങ്ങുന്നു, സൂര്യനെ വണങ്ങുന്നു, ചന്ദ്രനെ വണങ്ങുന്നു, മാതാപിതാക്കളെ ഓർക്കുന്നു, ഗായത്രി മന്ത്രം ഉച്ചരിക്കുന്നു. ഗംഭീര പരിപാടിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? വേറൊരു നിയമം കൂടെ. യുദ്ധത്തിന് ചാടി വീഴുന്ന ആൾ സിംഹവടിവിൽ നിവർന്ന്, ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച്, എൻ്റെയൊക്കെ അർത്ഥം അറിയോ? സിംഹം ഗർജിക്കുന്ന പോലെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച്, എനിക്കത്ര ആരോഗ്യമില്ല, ഞാൻ ചെയ്ത് കാണിക്കാമായിരുന്നു. നാളെ കൂടെ യോഗം ഉണ്ടല്ലോ, അല്ലേ? ഞാനത് അവതരിപ്പിച്ച് കാണിക്കാമായിരുന്നു. സ്തോത്രം. പിന്നെ ഗജവടിവിൽ നിവരുക, സിംഹത്തഞ്ചം പിടിക്കുക, വ്യാക്രഗർജനം നടത്തി ശത്രുവിൻ്റെ നെഞ്ചിലേക്ക് ചാടി വീഴുക. ഇതിപ്പോൾ എന്താ അറിയണ്ടേ? ഇതൊക്കെ അറിയാൻ നല്ല കഴിവുള്ളവരായിരുന്നു. രാഹുകാലമൊക്കെ നോക്കിയാൽ തുടങ്ങി. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും സിംഹത്തഞ്ചം എന്താണെന്ന് അറിയാത്ത, രാഹുകാലം നോക്കിയിട്ടില്ലാത്ത, ഗുളികോദയം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത, ശത്രു സംഹാര പൂജ പഠിച്ചിട്ടില്ലാത്ത, ഗജവടിയിൽ നിവരാത്ത സായിപ്പ് തോക്കെടുത്ത് കാച്ചി. മനസ്സിലായോ? പരിപാടിയൊക്കെ തുടങ്ങി. ഇവനിതുവരെ അറിയത്തില്ല എന്താണ് ഈ സിംഹത്തഞ്ചം, എന്താ ഗജവടിവിൽ നിവരുക, എന്താ ശത്രു സംഹാര പൂജ. പവിത്ര സൗറിന് പിടി കിട്ടുന്നുണ്ടോ? ഉണ്ടോ? പോയ ആൾ പോയോ? അത് അവരിശിനറിയാം. നമ്മൾ പഴയ ആളുകൾ ഉള്ള പ്രായം ഞാൻ പറയാത്ത പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യ ക്രമേണ മുഴുവൻ ആറയിലായി, സായിപ്പിൻ്റെയിലായി. എന്താ മനസ്സിലായി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന വരവ് കണ്ടോ? അപ്പം ഇന്ത്യ മുഴുവൻ സായിപ്പിന് തീരെഴുതിയത് ആരാ? നമ്മളാരാണ്ട? മനസ്സിലായോ? പിന്നെ ഞാൻ ഈ ചരിത്രം പറഞ്ഞതേ, ഇന്ത്യ മുഴുവൻ വിദേശിക്ക് വിറ്റ് ഭക്ഷണം കഴിച്ച ആരാന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളാരും അല്ല. മനസ്സിലാകുമോ നിങ്ങൾക്ക്? ഇത് അന്ന് മൊത്തവും ചില്ലറയുമായി വിദേശിക്ക് ഇന്ത്യ വിറ്റവൻ്റെ കൊച്ചുമകൻ വന്നിട്ട് നമ്മോട് പറയുക, നമ്മൾ 3 ബീകൾ സായിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതൊക്കെ എന്തിനാ മേടിച്ചേ? മനസ്സിലായോ? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒത്തിരി ചരിത്രമുണ്ട്. ഇനി ഒന്നുകൂടി, നമ്മൾ ഈ ശത്രു സംഹാരവും ഹരിശ്രീയും ഓലയെഴുത്തുമൊക്കെ ഇങ്ങനെ പഠിക്കുക. അത് തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ മലയാള സാഹിത്യത്തിൽ ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന ആൾ ആരാ? തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ? എഴുത്തച്ഛന് വിദ്യ അഭ്യസിക്കാൻ അവകാശം ഉണ്ടായില്ല. അദ്ദേഹം പിന്നോക്കനായിരുന്നു. പക്ഷേ എഴുത്തച്ഛൻ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ഈ മന്ത്രതന്ത്രങ്ങൾ ഓതുന്ന ഇടത്തും സംസ്കൃതം പഠിപ്പിക്കുന്ന ഇടത്തും ഇങ്ങനെ കാതുകൂർപ്പിച്ച് നിന്ന് പഠിച്ചു. പഠിച്ചവിടുന്ന് പഠിക്കുന്ന കുട്ടികളെക്കാൾ ഗംഭീരമായിട്ട് പഠിച്ചു. പഠിക്കുമ്പോൾ എന്താ സ്ഥിതി? ഇന്ത്യയിലെ സ്ഥിതി എന്താ? കാട്ടാളിന് വിദ്യ നിഷേധിക്കപ്പെടുന്ന ഒരു സംസ്കാരം നിലനിന്നിരുന്ന രാജ്യമാണ്. അങ്ങനെയെങ്കിൽ പിന്നോക്കനായ എഴുത്തച്ഛൻ എത്ര അധികം എന്ത് പ്രശ്നമാണ്? ഒടുക്കം എഴുത്തച്ഛനെ പിടിച്ചു കെട്ടി ചാട്ടയ്ക്ക് തല്ലും കൊടുത്തിട്ട് കന്നുകാലിക്കൊപ്പം നിർത്തി ചക്കാട്ടി അതിൽ നിന്ന് എണ്ണയെടുക്കുന്ന പ്രക്രിയയ്ക്ക് പണിക്ക് വേണ്ടി വിട്ടു. നീ ഇതൊന്നും പഠിക്കല്ലെന്ന് പറഞ്ഞു. അതും കൊണ്ടും തീരാഞ്ഞിട്ട് എഴുത്തച്ഛനെ വീണ്ടും തിരുനെൽവേലിക്ക് നാട് കടത്തി. പക്ഷെ കാലമേറെ കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടൊന്നും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ എഴുത്തച്ഛനെ പിടിച്ച് നമ്മൾ ഭാഷയുടെ പിതാവാക്കി. മനസ്സിലായില്ലേ? അങ്ങനെ ചിലരെ ഒതുക്കാൻ പറ്റാതെ വന്നാൽ ഇങ്ങനെയൊക്കെ അതിൻ്റെ പരിണിത ഫലം വരുന്നത്. ഇതായിരുന്നു ഈ രാജ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ നിഷേധങ്ങൾ, അവസര നിഷേധങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അക്ഷരം എഴുതി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മനുഷ്യന് കിട്ടുന്നത്, സാർവത്രിക വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നത്, ഇന്ത്യയിൽ എല്ലാവർക്കും വേണ്ടി ഒരു നിയമം ഉണ്ടാകുന്നത്, അതുകൂടി പറയാം. പണ്ടത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയണ്ടേ? ഓരോ ജാതിക്കനുസൃതമായിട്ടാണ് ശിക്ഷ. ഒരു കുറ്റം ചെയ്തത് ബ്രാഹ്മണനാണെങ്കിൽ ശിക്ഷ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കുറ്റവാളിയായി ബ്രാഹ്മണനെ കൊണ്ടുവന്ന ശേഷം അയാളുടെ ഈ ആകെയുള്ള ശരീരത്തിൻ്റെ തൂക്കം ഒരു തുലാസിൽ തൂക്കിയെടുക്കും.
റാത്തലാണ് കണക്ക്. നമുക്കത് കിലോ കണക്കിലേക്കൊന്ന് മാറ്റി പറയാം. അയാളുടെ തൂക്കം ഒരു 70 കിലോയാണെന്ന് കുറിക്കുക. അത് ഓലയിൽ കുറിക്കും 70 കിലോ. എന്നിട്ട് ഇയാൾ ചെയ്ത കുറ്റം മറ്റൊരു ഓലയിൽ കുറിക്കും. ഓലയിലെടുത്ത് പഠിച്ചവർക്കറിയാമല്ലോ. ആ ഓലയിൽ കുറിച്ച ശേഷം ഇയാളുടെ കയ്യിലേക്ക് വീണ്ടും ഇത് കൊടുത്തിട്ട് ഒന്നുകൂടി ഈ തുലാസിൽ വെച്ച് തൂക്കുമ്പോൾ ഈ പറയപ്പെട്ട തൂക്കം കൂടുന്നെങ്കിൽ മാത്രമേ ഇയാൾ കുറ്റവാളിയാകുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച്, 70-80 കിലോ തൂക്കമുള്ള മനുഷ്യൻ്റെ കയ്യിലേക്ക്, ഒരു വലിയ തുലാസിലിരിക്കുന്ന ആളിൻ്റെ കയ്യിലേക്ക് ഒരു തുണ്ട് ഓല കൊടുത്തിട്ട് തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ഒന്നുമല്ലായിരുന്നു നമ്മുടെ രാജ്യം. ഓർത്ത് നോക്കണം. അപ്പോൾ അയാൾ നിരപരാധിയാകും ഏത് കൊടുംകുറ്റം ചെയ്താലും. എന്നാൽ അതിന് താഴേക്ക് ഈ ബ്രാഹ്മണം ക്ഷത്രിയനമല്ലാത്ത വൈശ്യനുമല്ലാത്ത ആളുകൾ, ശൂദ്രരടക്കമുള്ള ആളുകൾ ഇത്തരം കുറ്റം ചെയ്യുമ്പോൾ അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയ എന്താണെന്ന് അറിയണ്ടേ? കുടത്തിലടച്ച ഒരു പാമ്പിനെ, ആ പാമ്പിനെ കുടത്തിലടച്ചിട്ട് അതിലേക്കൊരു മോതിരമോ ഒരു നാണയമോ ഇടും. എന്നിട്ട് ആ പാമ്പിൻ്റെ കടിയേൽക്കാതെ ഈ മോതിരം ഇയാൾ കൈകൊണ്ടെടുത്താൽ ആൾ ശുദ്ധനായി. മനസ്സിലായില്ലേ? അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരും. ഇനി അഗ്നിപരീക്ഷ എന്ന് ഒന്നുണ്ട്. എന്താണ്? കുറ്റവാളിയെ തിളച്ച എണ്ണക്കുള്ളിലേക്ക് കൈമുക്കിയിട്ട് അയാളുടെ കൈ പൊള്ളുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആൾ ശുദ്ധമായി എന്നുള്ളതാണ്. ഇതൊക്കെ നടക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ചട്ടെ. ശുചീന്ദ്രൻ രേഖകൾ പഠിക്കുക. അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമം. പക്ഷേ 1860 നമ്മുടെ രാജ്യത്തൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ഇന്ത്യൻ പീനൽ കോഡ്. ആ പീനൽ കോഡിൻ്റെ മുമ്പിൽ ബ്രാഹ്മൺ കുറ്റവാളിയില്ല. ആ പീനൽ കോഡിൻ്റെ മുമ്പിൽ ക്ഷത്രിയനോ ചണ്ടാളനോ ഒന്നുമില്ല. കുറ്റവാളി മാത്രം. ഈ രീതി കൊണ്ടുവന്ന, ഈ മാറ്റം കൊണ്ടുവന്നത് ആരാണ് നിങ്ങൾ പഠിക്കുക? ഏത് രൂപത്തിലാണെന്ന് പഠിക്കുക. ഈ രാജ്യത്തിലേക്ക് കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാരെയും സുവിശേഷം അറിയിക്കാൻ വന്ന മിഷണറിമാരെയും രണ്ട് കണ്ണുകൊണ്ടാണ് കാണേണ്ടത്. ഒരു കൂട്ടർ ഈ രാജ്യത്തെ രാജാക്കന്മാരോട് ചേർന്ന് കൊള്ളയടിച്ചു. 108 വിധ കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചുകൊണ്ടിരുന്നത്. നോക്കണം, പലതരം കരം പിരിച്ച് നാടിൻ്റെ നടുവൊടിച്ച കാലത്ത് ഒരു മടി മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാതെ, ഈ രാജ്യത്തെ ഒന്നും കട്ടെടുക്കാതെ, ജനസമൂഹങ്ങളെ പീഡിപ്പിക്കാതെ, തങ്ങളുടെ രാജ്യത്തുണ്ടായിരുന്ന നന്മകളും സമ്പത്തും ഈ രാജ്യത്ത് കൊണ്ട് ചിലവഴിച്ച് എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസം, എല്ലാ മനുഷ്യർക്കും ആരോഗ്യം, അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചത് സുവിശേഷത്തിൻ്റെ വക്താക്കളായ ഒരു പറ്റം മിഷണറി വര്യന്മാരായിരുന്നു. ത്യാഗികളായ അവരുടെ സമർപ്പണവും അവരുടെ ഇടപെടലുമാണ് കേരളത്തിലെ സഭയെപ്പോലും ഉണർവിൻ്റെ പുത്തൻ വഴികളിലൂടെ നയിച്ചത്. അതിൻ്റെ അനുരണനങ്ങളാണ് നവോത്ഥാനമായിട്ടിവിടെ പൊട്ടിപ്പുറപ്പെട്ടതെങ്കിൽ ഇന്ന് നവോത്ഥാനം എന്ന് ആളുകൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ നവോത്ഥാനത്തിന്റെ പിന്നിൽ ചാലകശക്തിയായ ഇന്ധനമായി ഭവിച്ചത് ഈ വിശുദ്ധ ബൈബിളും ഇതിൽ വിരാജിക്കുന്ന നസറയനായ യേശുവുമാണെങ്കിൽ ആ യേശുവിനെയും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെയും ജനസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ സുവിശേഷത്തിന്റെ മഹിമ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. മറ്റൊരു വലരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരാശിക്ക് ദൈവം നൽകിയ ഏക ഉത്തരം നസ്രയനായ യേശു എന്ന ദൈവപുത്രൻ. ആ യേശു എന്ന ദൈവപുത്രൻ മനുഷ്യരാശിക്കൊടുക്കിയ രക്ഷാപദ്ധതിയുടെ ഘോഷണമാണ് സുവിശേഷമെങ്കിൽ അത് പ്രസംഗിക്കാൻ, അത് പഠിപ്പിക്കാൻ, അത് വിശ്വസിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല. അത് ദൈവദത്തമാണ്, അത് മനുഷ്യാവകാശമാണ്, അത് ഭരണഘടനാപരമാണ് എന്ന് ഈ ആമുഖ രാത്രിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞാനൊരു മറുവശം കൂടി പറഞ്ഞ് ആ വിരസമായ ചരിത്രത്തിൻ്റെ വഴിയെ ഒന്ന് വിട്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിനും പഠനത്തിനുമൊക്കെ അർഹതപ്പെടാതെ ആയിരക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്ത് ഇതൊക്കെ എഴുത്ത് പഠിക്കുന്ന കാലത്തെ, ഹരിശ്രീ കുറിക്കുന്ന കാലത്തെ നമ്മളിങ്ങനെ സമയവും കാലവും അതുപോലെ ഗുളികോദയവും രാഹുകാലമൊക്കെ നോക്കി ജീവിതം ഹോമിക്കുന്ന കാലത്തെ, ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ വിവാഹം നടക്കാതെ, പെൺകുട്ടികളെ വെട്ടിച്ചയക്കാതെ, അന്ധവിശ്വാസത്തിൻ്റെ വഴിത്താരകളെ സഞ്ചരിക്കുന്ന കാലത്തെ, ഇതിനു 1000 കൊല്ലം മുമ്പ്, ശ്രദ്ധിച്ച് കേൾക്കണം, നാം ഇന്ന് ആയിരിക്കുന്ന അളവിനേക്കാൾ 1000 കൊല്ലം മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവിടെ തുടങ്ങി സായിപ്പ്. മനസ്സിലായില്ലേ? കേംബ്രിഡ്ജ് സർവകലാശാല തുടങ്ങി അവിടെ സായിപ്പ്. അവരൊക്കെ ഈ രാജ്യത്തിലേക്ക് വന്നിരുന്നില്ലെങ്കിൽ നമ്മളൊന്നും വെളിച്ചം കാണില്ല. ഒറ്റ ഇന്ത്യക്കാരനും വെളിച്ചം കാണൂല. അതുവരെയുള്ള മനുഷ്യജീവിതത്തിൻ്റെ സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച വലിയ സിദ്ധാന്തമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. മനുഷ്യരാശി ഇന്നായിരിക്കുന്ന അളവിലേക്ക് വളരാൻ പര്യാപ്തമായ ഇന്ധനപ്പുരയാണ് ഈ പുസ്തകമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. ആ പുസ്തകം കൈകാര്യം ചെയ്യുന്ന ഉദാത്തമായ ഒരു വിഷയത്തിൻ്റെ പ്രഖ്യാപനത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയരെ, പറയട്ടെ, ഈ ജൂതന്മാർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരാൽ സമൂഹം അനുഗ്രഹിക്കപ്പെട്ടു.
അവരെ ദൈവം ഉപയോഗിച്ചു ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി. അത് അവർ മാത്രമല്ല, തങ്കലേകാഗ്ര ചിത്തന്മാരായി ആരിന്ന് തയ്യാറെടുക്കും നിങ്ങളെയും അതുപോലെ ഉപയോഗിക്കുവാൻ ഈ ദൈവശക്തനാണ്. വിവേചനമില്ലാത്ത, പക്ഷപാതമില്ലാത്ത ആ ദൈവ യഹൂദനെ ഒരു മാതൃകയാക്കി നിർത്തിക്കൊണ്ട് പറയുക, അവൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ സായത്തമാക്കിയോ അതിൻ്റെ 10 മടങ്ങ് എന്നെയും നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മഹാദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതിന് പണം തടസ്സമല്ല, നിങ്ങളുടെ പക്കലെ സാമ്പത്തികമായ ബാങ്ക് ബാലൻസ് ഒന്നും തടസ്സമല്ല, നിങ്ങളുടെ നിറം തടസ്സമല്ല, കുലം തടസ്സമല്ല, വിദ്യാഭ്യാസം തടസ്സമല്ല. അതിരുകളെ ഭേദിച്ചുകൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത ഇടത്തേക്ക് നമ്മെ നയിക്കാൻ കഴിയുന്ന ചൈതന്യത്തിൻ്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. ആരും യേശുവിനോട് ചേർന്ന് നിൽക്കും, അവരുടെ മുമ്പിൽ വരയിടാൻ ലോകത്തൊരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്ന രാത്രിയാ. അത് സകല മനുഷ്യർക്കും ഒരുപോലെ അനുഗ്രഹമായി ഇന്ന് അവൻ കടന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്തിൻ്റെ നിറവില ഞാനും നിങ്ങളും ഇരുന്ന് ഈ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്കും ഓർക്കണം, സമൂഹത്തെ മാറ്റിയ അതേ സന്ദേശം, ലോകരാഷ്ട്രങ്ങളെ മാറ്റിമറിച്ച അതേ സന്ദേശം എൻ്റെ ചെറിയ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു.